അടിപൊളി. താരെങ്കിലും കാണാഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ശാന്തി തേടി പെരപ്പുറത്ത് വന്നിട്ടുണ്ടാവുമെന്ന്. ഇതെന്തു പറ്റി ഇത്രയും വീർത്ത് വെച്ചേക്കുന്ന മുഖം? ആരോട് പണങ്ങിട്ടാ? എടാ ഈ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഇയാളുടെ ബന്ധുക്കൾ മാത്രം, ഇയാളുടെ ബന്ധുക്കൾ അവരുടെ കാര്യം അത് മാത്രമല്ല, എനിക്കുണ്ട് ബന്ധുക്കളൊക്കെ. മനസ്സിലായില്ല, അവരുടെ കാര്യം നോക്കാൻ എനിക്കും ആഗ്രഹമുള്ള, അവരെയൊക്കെ പരിഗണിക്കോടെ വേണം. ഞാനിങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ പൊട്ടി വീണമൊന്നുമല്ല. എടാ ഇപ്പൊ എന്തോ പറ്റിയെന്നാ പറയുന്നത്? ഞാൻ ഈയുടെ ബന്ധുക്കളെ നോക്കുന്നില്ലെന്നാണോ ഈയുടെ പരാതി? എൻ്റെ ബന്ധുക്കളെ നോക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപവാദം പറഞ്ഞുണ്ടാക്കരുത്. ഈയുടെ ബന്ധുക്കളെ നോക്കാറില്ല, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല. എൻ്റെ ബന്ധുക്കളെ? ആ എപ്പം? ഇടേ കഴിഞ്ഞ ആഴ്ച ആരെയുടെ കണ്ണാശുപത്രി കൊണ്ടുപോയത്? കണ്ണുപോയെന്നും പറഞ്ഞ് കൊണ്ടുപോയി എല്ലാം ഓപ്പറേഷൻ്റെ കാര്യം വരെ ശരിയാക്കിയത് ഇയാടെ അമ്മായപ്പൻ്റെ അല്ലയോ? വരുന്ന ഓണത്തിന് വേണ്ടി ഇയാടെ അമ്മായപ്പന്, ഇയാടെ അമ്മായിമ്മയ്ക്ക്, ഇയാടെ അളിയനും ഇയാടെ പെങ്ങൾക്ക് അനിയത്തിക്കും ഒക്കെ വേണ്ടിയിട്ടല്ലേ തുണി വാങ്ങിച്ചു വെച്ചേക്കുന്നത് അല്ലേ? ഇയാളുടെ അളിയൻ എന്നോട് ഇന്നലെ 500 രൂപ അയച്ചു തരുമോ എന്ന് ചോദിച്ചോളൂ. ഞാൻ എന്താ ചെയ്തത്? 1000 അയച്ചു കൊടുത്തു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോട്ടെ, ഇയാടെ അളിയനല്ലയോ? അതൊക്കെ ഞാൻ അപ്പോൾ നിങ്ങളുടെ അളിയനെ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ ഒന്ന് നോക്കാനിട്ടാണ്. അതാ ഇയാളുടെ ബന്ധുക്കളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. വേണം, എനിക്കിത് തന്നെ വേണം.